സോഷ്യൽ മീഡിയയുടെ ഭാവി മെറ്റാവേഴ്സിലാണെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ പരിണാമം ഇനി മെറ്റാവേഴ്സിലേക്കാണെന്ന് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് പറഞ്ഞത്. 3D വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി സങ്കേതങ്ങളും ഒന്നിക്കുന്ന സമ്മിശ്ര ലോകമാണ് മെറ്റാവേഴ്സ്. യഥാർത്ഥ ലോകത്തെ നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാക്കുന്ന സങ്കേതമാണ് മെറ്റാവേഴ്സ്. ഗെയിമിങ്ങിന് വലിയ സ്വാധീനമാണ് ഇത് തുറന്നു നൽകുന്നത്. ഇപ്പോഴിതാ മെറ്റാവേഴ്സിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് UK-യിൽ ഒരു 16-കാരി. വ്യത്യസ്ത ഉപകരണങ്ങളിലൂടെയാണ് മെറ്റാവേഴ്സ് എന്ന വെർച്വൽ ലോകത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നത്. ഇതിനായി ഓരോരുത്തർക്കും വെർച്വൽ രൂപവും ഉണ്ടാവും. അതാണ് അവതാർ. ഓൺലൈനിൽ അപരിചിതരായ ആളുകൾ തന്റെ വെർച്വൽ അവതാറിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് 16-കാരിയുടെ പരാതി. പെൺകുട്ടിയുടെ ആരോപണത്തെ തുടർന്ന് UK പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റി ഗെയിമിങ്ങിനിടെയാണ് പെൺകുട്ടിയുടെ അവതാറിനെ ഒരു കൂട്ടം ആളുകൾ ലൈംഗികമായി ഉപദ്രവിച്ചത്. പെൺകുട്ടിക്ക് നേരിട്ട് പരിക്കുകളൊന്നുമില്ലെങ്കിലും ശാരീരികമായി പീഡനത്തിനിരയാകുന്ന പെൺകുട്ടി കടന്നുപോകുന്ന മാനസികവും വൈകാരികവുമായ ആഘാതമാണ് 16-കാരിക്ക് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി ഏത് ഗെയിമാണ് കളിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. വെർച്വൽ ബലാത്സംഗ കേസുകൾ അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന ആശയക്കുഴപ്പവും പോലീസിനുണ്ട്. എന്നാൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം അനിവാര്യമാണെന്നും യഥാർത്ഥമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ലെന്നും UK ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലവേർലി പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമല്ലാത്തത് നിരവധി വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മെറ്റയുടെ ഹൊറൈസൺ വേൾഡ്സ് എന്ന VR ഗെയിം പ്ലാറ്റ്ഫോമിൽ നേരത്തെ പലതവണ വെർച്വൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നതോടെ സ്ത്രീകൾക്ക് വേണ്ടി പേഴ്സണൽ ബൗണ്ടറി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ ഫീച്ചറുകൾ മെറ്റ അവതരിപ്പിച്ചിരുന്നു. 1992-ൽ നീൽ സ്റ്റീഫൻസൺ എഴുതിയ സ്നോ ക്രാഷ് എന്ന സയൻസ് ഫിക്ഷൻ നോവലിലാണ് മെറ്റാവേഴ്സ് എന്ന പേര് ആദ്യമായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ലോകത്തിന്റെ 3D പതിപ്പായ ഒരു വിർച്വൽ ലോകത്തേക്ക് സ്വന്തമായ അവതാറുകളായി മനുഷ്യൻ ഇടപഴകുന്ന ഇടമായാണ് ഇതിൽ മെറ്റാവേഴ്സിനെ അവതരിപ്പിച്ചത്. ആളുകൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും എല്ലാം സാധിക്കുന്ന ഷെയർഡ് വെർച്വൽ സ്പേസ് ആയിട്ടാണ് മെറ്റാവേഴ്സ് എത്തിയത്. ഗെയിമിംഗ്, വിനോദം, സൗഹൃദ ശൃംഖല, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ മാത്രമല്ല, ഇന്റർനെറ്റിനെ ഒന്നടങ്കം ഉൾക്കൊള്ളുന്നതാണ് മെറ്റാവേഴ്സ്. ഗെയിമിംഗിൽ അതിലെ കഥാപാത്രമായി മാറാൻ മെറ്റാവേഴ്സിലൂടെ കഴിയും. ഇന്റർനെറ്റിൽ എന്തെല്ലാം സാധ്യമാണോ അതെല്ലാം ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ ഓരോ വ്യക്തിക്കും മെറ്റാവേഴ്സിലൂടെ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന 16-കാരിയുടെ പരാതിയിലൂടെ ഇതിന്റെ ദുരുപയോഗവും ഏറെയാണെന്ന് വ്യക്തമാവുകയാണ്.